ഗാസയിൽ IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവർ ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് കരയുദ്ധം. മനസ്സിലാക്കണം, ഒന്നൊന്നര മാസം മുമ്പ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് ഗാസയുടെ പല ഭാഗത്തു നിന്നും മാറിക്കൊടുത്തു. പക്ഷെ തിരിച്ചുള്ള ഈ അതേപോലെ റെസ്പോണ്ട് ചെയ്യേണ്ട ഹമാസിൻ്റെ പല പ്രവർത്തികൾ, അതായത് ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിനകത്ത് പറഞ്ഞിരുന്നതാണ് എത്ര പേര് ജീവനോടുണ്ട് അവരുടെ ലിസ്റ്റ് കൊടുക്കണം, അതുമല്ല ഒറ്റയടിക്ക് ഈ പറയുന്ന ആൾക്കാരെ വിടണം, അത് ഘട്ടം ഘട്ടമായിട്ട് വിടൽ നടക്കത്തില്ല. അപ്പോൾ അതിനെ അവർ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നെഗോസിയേഷൻ പാർട്ട് ഏകദേശം ഡീറെയിൽഡായി. അപ്പം അതിനകത്ത് നേരിട്ടുള്ള ചർച്ചയായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത് ഈജിപ്തിൽ വെച്ച്. ഇതിൻ്റെ പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അമേരിക്കയുടെ സമ്മതത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കരയുദ്ധം നടത്തുന്നത്. ഇസ്രായേലി ഗവൺമെൻറ് പറയുന്ന സ്ട്രാറ്റജിക് പ്ലേസുകളിലാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്, പക്ഷേ ഞങ്ങളത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഹെലികോപ്റ്ററിൽ കൂടെ ഇവർക്ക് നോട്ടീസ് പാംപ്ലെറ്റ് വിതരണം ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകാൻ നേരത്ത് മറ്റൊരു ഖാൻ യൂനിസ് ആണെങ്കിലും മറ്റുള്ള ഭാഗത്തോട്ട് പോകാനല്ല പറയുന്നത്, അവിടെ ഒരു വാതിലുണ്ട്, അതായത് ഈജിപ്തിലോട്ട് പോകുന്ന സ്ഥലം, അങ്ങോട്ട് കയറി അങ്ങ് പോയിക്കോളൂ. അവിടെ നിങ്ങൾക്ക് ആഹാരവും മരുന്നും ഡോക്ടേഴ്സും ഒക്കെ തയ്യാറാണ്, അങ്ങോട്ടങ്ങ് പോവുക, ഇവിടെ നിൽക്കണ്ട. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ പ്രാവശ്യം ഇസ്രായേലി പട്ടാളം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം മറ്റുള്ള രാജ്യങ്ങളുടെ അനുവാദത്തോടു കൂടി, കാരണം ഇത് ഇസ്രായേൽ അങ്ങനെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റത്തൊന്നുമില്ല, അതായത് ഗാസ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഈ ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും ഈ പാലസ്തീനോ ഹമാസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, കാരണം വളരെ കൃത്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ അനാവശ്യമായിട്ടൊരൊറ്റ വാക്ക് പറയുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇതിനെ എടുത്ത് ഈ യുണൈറ്റഡ് നേഷൻ പോലും എടുത്ത് ഊരകളയാൻ പറയും. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നയാൾ ഇസ്രായേൽ ഈ വിഷയത്തിൽ. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന സംഭവത്തിന് എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അമേരിക്കയുടെ താല്പര്യം പോലെ തന്നെ അതിന് മറ്റൊരു ഗാസ എന്ന് പറയുന്നത് അതിൻ്റെ പേര് ഉൾപ്പെടെ മാറ്റിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഹബ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും, കാരണം അറ്റ്ലാന്റിക് സമുദ്രമാണ്, അത് മാറ്റാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കരയുദ്ധം ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ഔട്ട്, വൈപ്പ് ഔട്ട് എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് ഇവരെ എല്ലാം മാറ്റിയിട്ട് അതിനെ പൂർണ്ണമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ റീസെറ്റിലിങ്, റീഹാബിലിറ്റേഷനും സംഭവങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ രീതിയിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാസ ഓപ്പറേഷൻ, ഇപ്പോഴത്തെ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഈ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ബിൽഡിങ്ങുകളാണ് തകർക്കുന്നത്. ബാക്കിയുള്ള ഏകദേശം ഇപ്പോൾ 10 ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ 7-8 ബിൽഡിങ് നേരത്തെ ബോംബിങ്ങിൽ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോംബിങ്ങിൽ അറിയാൻ സാധിക്കുന്നത് ആ ബിൽഡിങ്ങുകൾ എടുത്ത് ദൂരെ കളയുക, പൂർണ്ണമായിട്ട് അവിടെ ഇടിച്ചു പൊളിച്ച് നാശമാക്കിയിട്ട് അതിനെ ക്ലീൻ ആക്കി എടുക്കുക, അവിടെയുള്ള ആൾക്കാരെയും പുറത്ത് ചാടിക്കുക. ഒരു ഹമാസുകാരനെ, ഹമാസിനെ പിന്തുണയ്ക്കുന്നവനോ ഗാസയിൽ കാണരുത്. അതാണ് ഇപ്രാവശ്യം ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനെ പൂർണ്ണമായിട്ടും അമേരിക്ക പിന്താങ്ങുന്നു. എന്താണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നതെന്ന് വരാനുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. അപ്പോൾ ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാസയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ പറയുന്ന 2023 ഒക്ടോബർ 7 ആരംഭിച്ച വലിയ സംഘർഷം, വലിയ യുദ്ധം, ഈ യുദ്ധത്തിന് ഇപ്പോൾ ഒരു പരിസമാപ്തിയാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഹമാസിന്റെ നേതാക്കന്മാരും പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോൾ ലോകം അറിയുന്ന ഹമാസിന്റെ നേതാക്കന്മാരാരും തന്നെ അതിൽ ഇല്ല. എണ്ണത്തിൽ നിന്ന് എല്ലാത്തിനെയും ഇസ്രായേൽ പറഞ്ഞയച്ചു. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇനി പോകാനുള്ളത്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഗാസ ഫുൾ ക്ലീൻ ചെയ്യാനുള്ള തീരുമാനമാണ്. ഗാസയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം, നിങ്ങൾ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൃത്യമായിട്ട് ഈജിപ്തിൽ ഇവർക്ക് തങ്ങാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള എല്ലാ സംവിധാനം ഒരുക്കി കഴിഞ്ഞു. ഇനി ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഭീഷണിയായിട്ട് ഗാസയിൽ ഹമാസ് ഉണ്ടാകില്ല, ഉറപ്പായിരിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഇടിച്ച് നിരത്തിലാണ് ഇപ്പോൾ ഗാസയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 90% ബിൽഡിങ്ങുകളും തകർക്കപ്പെട്ടു, കെട്ടിടങ്ങളില്ല. ഇനി അവിടെ
അവശേഷിക്കുന്ന 10% കൂടി പൊളിച്ചു കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഗാസ ക്ലീൻ ചെയ്ത് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള നിലയിലേക്ക് ഹമാസിന്റെ ഭീകരവാദ കോട്ടയുടെ പേര്, ഗാസ എന്ന് പറയുന്ന ആ പേര് മാറ്റിയിട്ട് പുതിയ ഒരു പേരിടാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ അമേരിക്ക തയ്യാറായിരിക്കുകയാണ്. അപ്പൊ വലിയ രീതിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ്. ഗാസ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ള നിലപാടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളത്. അപ്പൊ അതിന് ടൂറിസ്റ്റുകൾ വന്നു പോകണമെങ്കിൽ ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഇപ്പൊ ടൂറിസ്റ്റുകൾ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? ജമ്മു കാശ്മീരിലെ ഭീകരവാദികളെ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി സർക്കാർ ഇല്ലായ്മ ചെയ്ത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ പേരിലാണ് അവിടെ ഭീകരവാദികൾ ഇപ്പൊ അവർക്ക് ഒന്ന് ഇണങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ സ്വൈര്യമായിട്ട് ആളുകൾക്ക് വന്ന് നാട് കണ്ടു പോകാം. ഈ നിലപാട് തന്നെ ഗാസയിൽ യഥാർത്ഥത്തിൽ നെതന്യാഹുവും ട്രംപും കൂടി എടുക്കുകയാണ്. പുതിയ പുതിയ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ടണലുകളുടെ അടിയിൽ ചെന്ന് പോയി പൊട്ടിത്തെറിക്കുന്ന തരത്തിലേക്കുള്ള വളരെ വിദഗ്ധമായിട്ട് ഭീകരവാദികളെ കൊന്നൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധന സാമഗ്രികൾ അല്ലെങ്കിൽ ആയുധ സംവിധാനങ്ങൾ ഇസ്രായേലിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഓൾറെഡി അവർ ടെക്നിക്കലായിട്ട് ഏത് തലത്തിൽ നിൽക്കുന്ന രാജ്യമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് ഒരു പുതിയൊരു തോക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽക്കാരായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടുണ്ട്, അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പൊ ആ ഒരു രാജ്യത്തിനായിട്ടാണ് ഇവന്മാർ വലിയ തരത്തിൽ മുട്ടിയത്. ഇറാന്റെയും ഖത്തറിന്റെയും അടക്കം പല രാഷ്ട്രങ്ങളുടെയും വലിയ സപ്പോർട്ടോടു കൂടിയും സാമ്പത്തിക സഹായത്തോടു കൂടിയും ആയുധബലം തങ്ങൾക്ക് ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു വന്ന് ജൂതന്മാരെയും ഇസ്രായേലിനെയും പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള നിലപാടോടുകൂടി വലിയ ആക്രാന്തത്തോടു കൂടിയിട്ടാണ് ഒക്ടോബർ 7 വലിയ തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയത്. പക്ഷേ അന്നത്തോടുകൂടി ഇവന്മാർക്ക് മനസ്സിലായി ഇനി നിലനിൽക്കാനുള്ള ഒരു തരത്തിലുമുള്ള സാഹചര്യമില്ല. കേരളത്തിലുള്ള പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കുറെ കിടന്ന് കരയുകയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നു, കൂട്ടക്കുരുതി നടത്തുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, കുട്ടികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്നു, സ്ത്രീകൾക്ക് നേരെ ഭയങ്കര രീതിയിലുള്ള ലൈംഗികമായിട്ട് അതിക്രമങ്ങൾ നടത്തുന്നു, പുരുഷന്മാർക്കെതിരെയും ലൈംഗിക അതിക്രമം പുരുഷ സൈനികന്മാർ തന്നെ ഇസ്രായേലിനെ നടത്തുന്നു. ഇങ്ങനെയുള്ള കുറേ കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ അതിനൊന്നുള്ള സമയമില്ല. ഇവിടെ പൂർണ്ണമായിട്ട് ഇവരെ കുടി ഒഴിപ്പിക്കുക, അവിടെ നിന്ന് ഗാസയിൽ നിന്ന് ഓടിച്ച് കളയുക, അത്രയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1% പോലും ഇനി ഗാസയിൽ ഒരു ഹമാസ് ഭീകരനും നിലനിൽക്കില്ല. ഹമാസിനെ പിന്തുണക്കുന്ന ആളുകൾ തന്നെയാണ് ഗാസയിലെ ആളുകൾ, ഒരു തർക്കമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവരും മറ്റൊരു രാജ്യത്തേക്ക് പോവുക, അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ചികിത്സയും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാത്തിനുള്ള പണം വേണമെങ്കിൽ ഈജിപ്തിനും കൊടുത്തേക്കാം. ഇതിൽ പൂർണ്ണമായിട്ടും നിങ്ങളിപ്പോൾ സ്ഥലം വിട്ടൊഴിയുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാവരും ഒരു പരിധിവരെ ആളുകൾ ഗാസ വിട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ളത് കുറച്ച് ആളുകൾ മാത്രമാണ്. അവരെയും കൂടി അവിടുന്ന് ഓടിക്കാനുള്ള നിലപാടാണ്. അപ്പൊ പുതിയ പേരിൽ ഇനി ഗാസ നമ്മൾക്ക് കാണാം. ഇതിൽ എത്രത്തോളം വലിയ രീതിയിൽ കുരുപൊട്ടി കണ്ണുനീരൊലിപ്പിക്കുന്ന ഏത് സുഡാപ്പികളുണ്ടെങ്കിലും അവരോട് പറയാനുള്ളത് ഒന്നും മാത്രമുള്ളൂ. നമ്മുടെ നാട് അല്ലെങ്കിൽ ഈ ലോകത്ത് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ ജിഹാദി ഗ്രൂപ്പുകൾ ഇല്ലായ്മ ചെയ്യപ്പെടണം. അതിനുള്ള പ്രധാനപ്പെട്ട കലാപരിപാടികൾ ഇസ്രായേൽ ഗംഭീരമായിട്ട് ഗാസയിൽ നടത്തി പോരുകയാണ്.